ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ ലസിയ. ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ. ഞാൻ വന്നിട്ടുള്ളത് ഒരു പയ്യോളി ചിക്കൻ ഫ്രൈൻ്റെ റെസിപ്പിയാണ്. പലോലി അല്ല, പയ്യോളി ചിക്കൻ ഫ്രൈൻ്റെ റെസിപ്പിയാണ് കേട്ടോ. വളരെ സിമ്പിളാണ് കേട്ടോ. കുറച്ച് ചിക്കൻ പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്തി പിന്നെ 1/2 സ്ലൈസ് ലെമൺ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് സ്ക്യൂസ് ചെയ്തിട്ട് അതിൻ്റെ ജ്യൂസസ് ആഡ് ചെയ്യാം. പിന്നെ ലെമണിൻ്റെ സീഡ്സ് ഒക്കെ പെട്ടിട്ടുണ്ട്, അതൊക്കെ ഒഴിവാക്കണം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. ലെമണിൻ്റെ സീഡ് പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഒരു കയ്പ്പ് ഫീൽ ചെയ്യും, അതിനാണ് അത് ഒഴിവാക്കുന്നത്. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കോക്കനട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഗ്രേറ്റഡ് കോക്കനട്ടാണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. അത് നമുക്ക് എത്രത്തോളം ഇടാൻ പറ്റുന്നോ അത്രത്തോളം ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ അതും കൂടി ആഡ് ചെയ്ത് കുറച്ച് കറി ലീവ്സും കൂടി ഇട്ടിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/2 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. ഒരു മണിക്കൂർ കഴിഞ്ഞ ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആവശ്യത്തിന് കുറച്ച് വെളിച്ചെണ്ണ, ഞാനിവിടെ ഓയിലല്ല എടുക്കുന്നത്, കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അതിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ചിക്കൻ ഓരോന്നോരോന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ്പ് ഫ്രൈ ആവാൻ ശ്രദ്ധിക്കണം. നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് മറിച്ചിട്ട് കൊടുത്തിട്ട് 2 സൈഡ് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 3-4 പച്ചമുളക് ചെറുതായിട്ടൊന്ന് കീറിയിട്ട് അതും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും കേട്ടോ. അതിനുശേഷം നന്നായിട്ടൊന്ന് മറിച്ചിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ ഈ ചില്ലീസ് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടും. ഇതുണ്ടോ, അതായത് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം ബാക്കിയുള്ള ചിക്കനും കൂടി ഞാൻ അതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമ്മൾ എക്സസ് ആയിട്ടുള്ള ആ കോക്കനട്ടിൻ്റെ സംഭവങ്ങളൊക്കെ നമുക്കൊന്ന് മാറ്റിയെടുത്തിട്ട് ബാക്കി വരുന്ന നമുക്ക് കോക്കനട്ടിൻ്റെയും കൂടി മസാല ഉണ്ട്, അതും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇതാണ് ടേസ്റ്റ് കൂട്ടുന്നത് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. രണ്ടതൊക്കെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ അത് ഫുള്ളായിട്ടൊന്ന് കോരിയെടുക്കാം. ഈ പയ്യോളി ചിക്കനിൽ തന്നെ ഏറ്റവും ടേസ്റ്റ് കൂട്ടുന്നത് ഈ ഒരു കോക്കനട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് എന്തായാലും മിസ് ചെയ്യാതെ എത്രത്തോളം നമ്മൾ കോക്കനട്ട് ആഡ് ചെയ്യുന്നു അത്രത്തോളം നല്ല ടേസ്റ്റാണ്. ഇത്രയേ ഉള്ളൂ. ഇത്ര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത പ്രാവശ്യം നിങ്ങൾ ചിക്കൻ വാങ്ങുന്ന സമയത്ത് ഇങ്ങനൊരു പയ്യോളി ചിക്കൻ ഉണ്ടാക്കി നോക്കാൻ നല്ലതായി ട്രൈ ചെയ്ത് നോക്കാം. കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാം. Thanks for watching. Bye from Nahla.